ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഏത് വ്യക്തികളെ മാറ്റാൻ കഴിവുള്ള ദൈവവചനം. നമ്മളത് ശ്രദ്ധിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ്. ആദ്യം അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. കണ്ണുകളെ അടച്ച് ഒരു മനസ്സോടെ നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹം കർത്താവ് തരും. കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അവിടുത്തെ പരിശുദ്ധമായ പാദപീഠത്തിൽ അടുത്ത് വരികയാണ്. കർത്താവേ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ അനുഗ്രഹീത കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ കരം അവരെ സ്പർശിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇന്ന് വചനം കേൾക്കുമ്പോൾ അവർക്ക് വലിയ വിടുതലാകണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ വീടിനകത്ത്, അവരുടെ ഓഫീസിൽ, അവരുടെ കുടുംബത്തിൽ ദൈവത്തിന് ഒരു ബ്ലെസ്സിങ് ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ വചനം നമുക്ക് ശ്രദ്ധിക്കാം. യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിപ്പിക്കുമ്പോൾ അവിടെ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഒരു പദമുണ്ട്. 15-ാം അധ്യായം 9-ാം വാക്യം. ജോൺ ചാപ്റ്റർ 15 verse 9. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനും നിങ്ങളെ, യേശു പറയാ, പിതാവ് എന്നെ സ്നേഹിക്കുന്ന പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പന പ്രമാണിച്ച് പിതാവിന്റെ സ്നേഹത്തിൽ വസിക്കുന്ന പോലെ നിങ്ങൾ എന്റെ കൽപ്പന പ്രമാണിച്ച് എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ. ഒരാമീൻ പറഞ്ഞു തുടങ്ങിയാട്ട്. അപ്പൊ നമ്മൾ വസിക്കുന്നത് കർത്താവിന്റെ സ്നേഹത്താൽ. ഇനി 1 യോഹന്നാന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുക, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. അപ്പൊ നിങ്ങൾ സ്നേഹമില്ലെങ്കിൽ ആരെ അറിഞ്ഞിട്ടില്ല? ദൈവത്തെ അറിഞ്ഞിട്ടില്ല. രക്ഷിക്കപ്പെട്ടതൊക്കെയാ, പക്ഷെ സ്നാനപ്പെട്ടതുവാ, പക്ഷെ സ്നേഹിച്ചില്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. അടുത്തത്, ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്. നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ നാം അവനാൽ ജീവിക്കേണ്ടതിന്, ക്രിസ്തുവിനാൽ ജീവിക്കേണ്ടതിന് ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ. ലോകത്തിലേക്ക് അയച്ചു. മതി. ഒന്ന് അടുത്തിരിക്കുന്ന കൈ കൊടുത്തവർ, നാം ക്രിസ്തുവിനാൽ ജീവിക്കണമെന്ന് പറ. വലിയൊരു മർമ്മപ്രധാനമായ കാര്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ കൊണ്ടുവരിക. നിങ്ങൾ ജീവിക്കുന്നത് ബാങ്കിൽ കിടക്കുന്ന ബാങ്ക് ബാലൻസിന്റെ വലിപ്പത്തിലല്ല. നിങ്ങൾ ജീവിക്കുന്നത് യേശു ക്രിസ്തുവിനാലാകട്ടെ. എത്ര പേർക്ക് ആമേൻ പറയാനായിട്ട് പറ്റും? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ക്രിസ്തുവിനാൽ ജീവിക്കാൻ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ആരോഗ്യമല്ല നിങ്ങളുടെ ജീവന്റെ വിഷയം, മറിച്ച് ആമേൻ ഹല്ലേലൂയ, നിങ്ങൾ ക്രിസ്തുവിനാൽ ജീവിക്കണം. ഹല്ലേലൂയ. ചിലരോടാ കർത്താവിന്റെ ദൂത്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത് യേശുവിനാലാണ്. എത്ര പേർക്ക് ആമേൻ പറയാനായിട്ട് പറ്റും? യേശുവിനാലാ ജീവിക്കുന്നത്. നിന്നെ ഒടുക്കി കളയാൻ എത്രയോ ശക്തികൾ എഴുന്നേറ്റിട്ടും നിന്നെ തൊടാത്തത് എന്താ? നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ ദൈവിക ജീവനാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് പറയുക, നീ അവനാൽ ജീവിക്കണം. നീ അവനാൽ ജീവിക്കണം. യേശുവിന്റെ നാമത്തിൽ അവനാൽ ജീവിക്കണം. ഓ ഹല്ലേലൂയ. എനിക്കെന്തോ കർത്താവിന്റെ ആത്മാവ് ഉറപ്പ് തരിക, ഇന്ന് ആരാധന ഉയരുമ്പോൾ തന്നെ ദുഷ്ടശക്തികളൊക്കെ പൊട്ടിമാറും. ചിലരുടെ മുമ്പിൽ നീ നെഞ്ചു വിരിച്ചോണ്ട് പറയണം, ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിനാലാണ്. പൗലോസ് കൊലോസ്യ സഭയോട് പറയുമ്പോൾ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്നേഹം നമ്മുടെ ഉള്ളിലിരിക്കുന്നു. നല്ല രാമീൻ പറഞ്ഞാട്ട്. അന്ന് തൊട്ടച്ച് പറ, യേശു എൻ്റെ ഉള്ളിലുണ്ടെന്ന് പറ.
ഹല്ലേലൂയ. ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ യേശു എവിടെ ഉണ്ട്? എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ഒരു വെളിപ്പാട് നിങ്ങളോട് പറയാം പ്രിയരെ. യേശു ഉള്ളിലുള്ളവനെല്ലാം യേശു വലിയതാ. യേശു ഉള്ളിലില്ലാത്തവനെല്ലാം പിശാച് വലിയതാ. ഏത് എതിരിനെ തകർക്കുവാൻ ഉള്ളിലുള്ള യേശു ധാരാളം മതി. യേശുവിനെ ഉള്ളിൽ വലുതായി കണ്ടാൽ പ്രശ്നത്തെ നിനക്ക് വളരെ ചെറുതായി കാണാൻ പറ്റും. ഒരാമീൻ പറയണം. ചിലരൊക്കെ കണ്ടിട്ടില്ലയോ? ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ ചെന്നിരിക്കുക. അപ്പം ഇങ്ങനെ ഹോട്ടലുകാർ, ഞാനും വേറൊരു ബ്രദറും ഉണ്ട്, ഞങ്ങൾക്ക് നല്ല ചൂട് വെള്ളം കൊണ്ട് തന്നു. ഈ തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ചൂടുവെള്ളം. അപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന പുള്ളിക്കാരൻ ഞാൻ നോക്കിയപ്പോൾ ഈ വെള്ളത്തിനകത്ത് കൈയിട്ടിട്ട് ഞാൻ ചോദിച്ചു, ഇതെന്നൊരു പരിപാടി? അത് വെള്ളത്തിൽ കൂടെ വല്ല പോരും വന്നാൽ പോട്ടെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ പച്ചവെള്ളം കുടിച്ച് ജീവിക്കുകയല്ല. എന്താ? അയലൊക്കത്തെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു തന്നു, അത് വാഷ് ബേസിന് ഒഴുക്കി കളയുക. അവരതിനകത്ത് ബന്ധിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് കൗൺസിലിംഗ് നടക്കുമ്പോഴേ ഒരു ആൻറ്റി ഒരു 40,000 രൂപ വിലയുള്ളൊരു സാരിയും കൊണ്ട് എൻ്റെ അടുക്ക് വന്നു. എൻ്റെ പൊന്നു ബ്രദറെ, ഇതെൻ്റെ ബന്ധുക്കാർ തന്ന ഒരു ബന്ധനം ഉണ്ടോ എന്നൊരു സംശയം. ഞാൻ പറഞ്ഞു, എന്തായാലും ആൻറ്റി ഉപയോഗിക്കണ്ട. എത്ര രൂപയുടെ സാരിയാ? 2 നമ്പർ മുമ്പിൽ എന്നെ ഒരാൾ കാണാൻ വന്നായിരുന്നു. പുള്ളിക്കാരത്തി പറയാ, മാറി ഉടുക്കാനൊരു വസ്ത്രമില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോയാ. ഞാൻ ലീഡറെ വിട്ട് അവിടെ കൈയടിച്ചുകൊണ്ടിരുന്ന പുള്ളിക്കാരത്തെ വിളിപ്പിച്ചു ചോദിച്ചു, 40,000 രൂപയുടെ സാരി വേണോ? സാറേ താ. അവരത് പുതച്ചോണ്ട് യോഗത്തിൽ കയറി. മറ്റേ ആൻറ്റിക്കല്ലേ ബന്ധനം, and അവളത് പുതച്ചോണ്ടാ വീട്ടിൽ പോയെ. അവൾ വർഷങ്ങൾ പ്രാർത്ഥിച്ച 40,000 സാരി കിട്ടാൻ. നിങ്ങളിങ്ങോട്ട് സഹകരിക്കുക, നിങ്ങളിങ്ങോട്ട് സഹകരിച്ചു. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാം, നിന്റെ അകത്തിരിക്കുന്ന യേശുവിനെ വലിയതായി കാണുന്നില്ലെങ്കിൽ നിനക്ക് മുന്നിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നിനക്ക് വലിയതായി തോന്നും. യേശുവിനെ വലുതായി അകത്ത് കണ്ടാൽ എല്ലാ പ്രശ്നങ്ങളും ചെറുതായി തോന്നും. ഇന്ന് നടക്കേണ്ട കാര്യം, നിന്റെ അകത്ത് യേശു വസിക്കണം. കാരണം നീ ജീവിക്കുന്നത് അവനാലാണ്. നീ വിളിച്ചു പറയണം, ഞാൻ യേശുവിനാൽ ജീവിക്കൂ, എന്റെ സന്തതി യേശുവിനാൽ ജീവിക്കൂ, എന്റെ കുടുംബം യേശു. 1000 മന്ത്രവാദികൾ തപസ്സിരുന്നാലും ഒരു മന്ത്രം നിനക്ക് ഫലിക്കത്തില്ല. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ പ്രപഞ്ചത്തെ വിളിച്ചു വരുത്തിയ ആ സർവശക്തനാൽ നീ ജീവിക്കുവാൻ. കണ്ടോ കണ്ടോ? യെസ്, ഹോളി സ്പിരിറ്റ് ഇതിനകത്ത് ദൈവത്തിന്റെ അഗ്നി കത്തുകയാ. മെസ്സേജ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുക, യേശുവിനാൽ ജീവിക്കാൻ. ഞാനൊരു ആത്മിക മർമ്മം പറയാം. ആഗ്രഹമുണ്ടോ യേശുവിനാൽ ജീവിക്കാൻ? നീ പാർക്കുന്ന സ്ഥലത്തെ ഒരു എതിര് നിനക്ക് വിഷയമല്ല. നിന്റെ അടഞ്ഞ വഴി ദൈവത്തിന് വിഷയമല്ല. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് നിന്നെ നടത്താൻ വിശ്വസ്തനായ ദൈവം. അവൻ പറയാ, വിശ്വസിക്ക, എന്നാൽ ജീവിക്കാൻ. ധൈര്യത്തോടെ പറയണം, ആരെന്റെ വഴി അടച്ചാലും ഞാൻ യേശുവിനാൽ ജീവിക്കും. നിന്നെ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് ആരൊക്കെ വാദപ്രതിവാദം നടത്തിയാലും അവരുടെ നടുവിലൂടെ യേശു ക്രിസ്തുവിനാൽ ജീവിക്കാൻ. പാർക്കുന്ന ദേശത്തുനിന്ന് പിഴുതെറിയുവാൻ നിഗൂഢമായ പദ്ധതികൾ പിശാചൊരുക്കുമ്പോൾ മറുഭാഗത്ത് വചനം നിന്നോട് സംസാരിക്കുക. നീ ജീവിക്കുന്നത് ആളിന്റെ ബലത്തിലല്ല, രാഷ്ട്രീയ സ്വാധീനത്തിലല്ല, മറിച്ച് യേശു ക്രിസ്തുവിനാണ്. നിന്നെ സഹായിപ്പാൻ രക്തബന്ധങ്ങൾ ആരും അടുക്കലില്ല. നിനക്ക് രാഷ്ട്രീയ സ്വാധീനങ്ങളില്ല. നിന്റെ എതിരാളി ഭയങ്കര കരുത്തനാ, പക്ഷെ അവർക്കറിയാത്തൊരു രഹസ്യം നിനക്കുണ്ട്. നിന്നോട് അടുക്കാൻ വയ്യാത്തൊരു അദൃശ്യ ശക്തി. ബൈബിൾ പറയാ, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവന് ഭോഷത്വമാ, പക്ഷെ രക്ഷിക്കപ്പെടുന്നവന് അത് ദൈവശക്തിയാണ്. ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ അഗ്നി കത്തി തുടങ്ങണം.
പ്രാർത്ഥിക്കുന്ന നീ പറയണം, യേശുവിനാൽ ജീവിക്കാൻ. ഈ വെളിപ്പാട് പ്രാപിച്ച ദാവീദ് ഒരിക്കലൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കേട്ടോണം. കർത്താവേ, ഞാൻ മുഴങ്കാലിലൊന്ന് നിൽക്കുക, എൻ്റെ ദീപത്തെ ഉയരത്തിൽ നിന്ന് നീ ഒന്ന് കത്തിച്ചു തരണം. എന്തോ ദാവീദേ, എനിക്കെതിരെ വെല്ലുവിളിക്കുന്ന പടക്കൂട്ടത്തിന് നേരെ എനിക്കൊന്ന് പാഞ്ഞു ചെല്ലണം. എനിക്കെതിരെ കെട്ടിയ പടുകൂട്ടൻ മതിലുകളുടെ മുകളിലൂടെ ചാടിക്കടക്കുവാൻ നീ എൻ്റെ ദീപം. അകത്ത് വ്യാപരിക്കുന്ന ജീവൻ ദൈവിക ജീവനാണ്. അകത്ത് വ്യാപരിക്കുന്ന ജീവൻ ദൈവിക ജീവനാണ്. ഇച്ചിരി കൂടെ ഗഹനമായിട്ട് നമുക്ക് പോകാം. ഒന്ന് അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, യേശു ക്രിസ്തുവിനാൽ ഞാൻ ജീവിക്കുമെന്ന് പറ. ഒരു മർമ്മം നിന്നോട് പറയാ, യേശു ക്രിസ്തുവിനാൽ ജീവിക്കുന്ന പറയാം. ഇവിടെ ആര് നിന്നെ ജീവിപ്പിച്ചാലും കല്ലറ കൊണ്ടെല്ലാം തീരും. പക്ഷെ യേശുവിന്റെ ജീവൻ മരണത്തിനപ്പുറമാ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും, കണ്ണിൽ കൊള്ളേണ്ട പല അനർത്ഥങ്ങളും അറിയാതെ തട്ടിമാറി പോകുന്നത് നിന്റെ ഭാഗ്യമല്ല. ആ മരിച്ച മനുഷ്യ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ കരം നിന്റെ കൂടെ ഉണ്ട്. നിന്നെ ഞാൻ ജീവിപ്പിക്കാം. നിന്നെ നിന്ദിച്ച ദേശത്ത് ഞാൻ ജീവിപ്പിക്കാം. നിന്നെ അപവാദം പറഞ്ഞവരുടെ മുമ്പിൽ ഞാൻ ജീവിപ്പിക്കാം. യെസ്, നീ തലകുലിച്ച പട്ടണത്തിൽ ഞാൻ ജീവിപ്പിക്കാം. ഇവിടെ മുഴങ്ങുന്ന രണ്ട് ശബ്ദം, യേശു ക്രിസ്തു എന്ന ഏക സത്യ ദൈവം. 1000 മന്ത്രവാദികൾ നിനക്കെതിരെ മന്ത്രം ചെയ്താലും ഒരു മന്ത്രവും ഫലിക്കത്തില്ല. നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ജീവൻ ദൈവത്തിന്റെ ജീവനാ. എത്ര പേർക്ക് ആമീൻ പറയൂ? യേശു ക്രിസ്തു ആമീൻ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം തരാം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ തിന്നുന്നവൻ, തിരുമേശയോട് ബന്ധപ്പെട്ട് പറയുക, അപ്പമെടുത്ത് നുറുക്കിയിട്ട് പറ, എന്നെ തിന്നുന്നവൻ ഞാൻ മൂലം ജീവിക്കാൻ പോകുകയാ. ആമീൻ. നിന്റെ ആയുസ് ഒടുങ്ങിയെന്ന് ചിലര് പറഞ്ഞു, പക്ഷെ നീ യേശു മുഖാന്തരം. ശ്രദ്ധിച്ചേ, നമുക്ക് ഇച്ചിരി ഗഹനമായിട്ട് ആ ദൂതിനെ കൊണ്ട് ഒന്നോട് അടുത്ത് തൊട്ടേച്ച് പറ, ക്രിസ്തു മുഖാന്തരം ജീവിക്കണമെന്ന് പറ. ക്രിസ്തു മൂലം ജീവിക്കണം. നീ പറയുക, നിനക്ക് എൻ്റെ ബ്രദറെ എനിക്ക് ഹാർട്ടിന് 2 ബ്ലോക്ക് ഉണ്ട്, അവിടെ ഇരുന്നോട്ട്. ബ്ലോക്ക് ഉണ്ടേലും യേശു മുഖാന്തരം നീ ജീവിക്കും. കിഡ്നിക്ക് 40% ഉള്ളു, 35 മതി, നീ ജീവിച്ചോളൂ. ഹല്ലേലൂയ. 3 മടിയുണ്ട്, 9 കൂടെ ഉണ്ടായിക്കോട്ടെ, നീ ജീവിക്കും. നീ ഇതിനെ ഒന്നും പേടിക്കരുത്. അതിനേക്കാൾ വലുതാ നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ദൈവിക ജീവൻ. അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. 1 കോടി കടമുണ്ട്, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കരുത്. മറിച്ച് ചിന്തിക്കണം, ഞാൻ ജീവിക്കൂ, യേശു എന്നെ ജീവിപ്പിക്കൂ. അറിയപ്പെടാത്ത വഴി തുറന്ന്, പ്രതീക്ഷിക്കാത്ത വാതിൽ തുറന്ന് എനിക്ക് വേണ്ടി യേശു ജീവിക്കുന്ന ദൈവം. എനിക്കറിയാം, ഇവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലർക്കൊക്കെ ചാടി എഴുന്നേറ്റൊക്കെ കൊള്ളാവുന്നുണ്ട്. അതെന്താ കാര്യം? അവരുടെ അകത്ത് ജീവന്റെ തുടിപ്പ് വ്യാപരിക്കുക. കുഞ്ഞെ, ഒരു സത്യം നിന്നോട് പറയാം, ഇന്ന് നീ യേശു ക്രിസ്തുവിനാൽ സകലത്തിന്മേലും ജയം ഏറ്റെടുക്കണം. സാത്താൻ ഒരിക്കൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, യേശു 40 ദിവസം ഉപവസിക്കുമായിരുന്നു. യേശു എത്ര ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ യേശുവിന് എന്ത് ചെയ്തു? വിശന്നു. ഉപവസിക്കുമ്പം വിശക്കുവോ? വിശക്കുവോ? ആരാണ്ട് ഉപവസിച്ചപ്പോൾ ഒരു ഷെയ്ക്ക് പോയി, ഒരു ജ്യൂസ് പോയി കുടിച്ചെന്ന് പറഞ്ഞു ഒരു പ്രസംഗം വിമർശിക്കുന്നതേ കണ്ടു. ജ്യൂസ് കുടിച്ച് ആർക്കാ? ഞാൻ ഷെയ്ക്ക് വാങ്ങിച്ചു തരാം, ഉപവസിക്കാവോ? ഉപവാസം ഇരിക്കുന്നവർക്കൊന്നും വിശപ്പില്ലെന്നാന്നു. നല്ല വിശപ്പുണ്ട്. പിന്നെ അന്നേരം വയറിലൊക്കെ ഇങ്ങനെ അമർത്തി പിടിച്ച് സ്തോത്രം. അന്ന് ജീരവെള്ളം ഷാർജ ഷെയ്ക്ക് പോലെ കുടിക്കുക. അങ്ങോട്ട് സഹകരിക്കുക. ഒരു 3 ദിവസമൊക്കെ കഴിഞ്ഞാൽ ഒരു മൈൻഡ് സെറ്റിംഗ് ഉണ്ട്, ഇനി 21 ആയാലേ പറ്റൂ. അത് അങ്ങനെ അങ്ങ് സെറ്റ് ചെയ്ത് വെച്ച. അപ്പോൾ യേശു ഉപവസിച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? വിശന്നപ്പം ഹല്ലേലൂയ വന്നിട്ട് ഷാജി ചോദിക്കുക, ഒരു വെള്ളാരം കല്ല് കൊണ്ട് കാണിച്ചേച്ച് പറഞ്ഞു, ഈ കല്ല് നിനക്കൊന്ന് ദൈവമല്ലേ? എന്നിട്ടൊരു വെല്ലുവിളിയാ, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലൊന്ന്. ഞങ്ങളൊക്കെ ഈ TV പ്രോഗ്രാമൊക്കെ കണ്ടിട്ട് ചിലരൊക്കെ വിളിക്കും, ഭയങ്കര സ്നേഹമാണ് കേട്ടോ നമ്മളോട്. അങ്ങനെ വിളിച്ച് മലയാളത്തിലെ ചില്ലക്ഷരങ്ങൾ ചേർത്ത് വരെ വിളിക്കും. അപ്പം ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ പറയും, അത് കമ്പ്യൂട്ടർ നമ്പരെന്നാണ് വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ ദേഷ്യം പിടിപ്പിക്കാൻ പറയും, നിങ്ങൾ ആണാണെങ്കിൽ നിങ്ങളുടെ നമ്പരെന്ന് വിളിക്കും. അപ്പോൾ അവർ ചോദിക്കും,
വിളിച്ചാൽ എന്തോ ചെയ്യും? വിളിക്കടോ. അവരെ വാശി ചിലതൊക്കെ ചാടിക്കയറി പെട്ടെന്ന് അവരെ ലാൻഡ് ലൈനിൽ വിളിക്കും. ഇതാ എൻ്റെ നമ്പർ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല വെച്ചോ. നീ എന്തോ കാണിക്കും. കുറച്ച് കഴിയുമ്പോഴെന്ന് പറയും. ഇവിടെ ഉച്ചയാകുമ്പോൾ അവിടെ കൊലപാതരാത്രിയാവും. എന്നാലും ഞങ്ങൾ അങ്ങോട്ട് വിളിക്കും. ഹലോ അച്ഛനാന്നോ? മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നീ നരകത്തിൽ പോവും. ഫോൺ വെക്കും. അരമണിക്കൂർ കഴിയുമ്പോൾ പിന്നെ വിളിക്കും. ഹലോ കർത്താവ് വരാറാ, രക്ഷിക്കപ്പെട്ടോണം. രാവിലെ വിളിച്ചു പറയും, ദയവ് ചെയ്ത് ഉപദ്രവിക്കല്ലേ, ഞങ്ങൾ മാനസാന്തരപ്പെട്ടോളാം. ഇങ്ങോട്ട് സഹകരിക്കുക. നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക, നീ ദൈവപുത്രനാണ്, ഈ കല്ലൊന്ന്. ഈശോ സാത്താനോട് പറയുക, അപ്പം കൊണ്ട് ജീവിക്കുന്ന തലമുറയുടെ കാലം കഴിഞ്ഞു. ഇനി ഒരു തലമുറ ഞാൻ വാർത്തെടുക്കാൻ പോവാ. അവര് വചനം കൊണ്ട് ജീവിക്കും. പിശാചേ, അപ്പം കൊണ്ട് ജീവിക്കുന്ന തലമുറയുടെ കാലം കഴിഞ്ഞു. ഇനിയും നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്, എൻ്റെ മക്കൾ ജീവിക്കാൻ പോകുന്ന വചനം കൊണ്ടാ. ഒരാമീൻ പറഞ്ഞാട്ടെ. അപ്പം എങ്ങനെ ജീവിക്കുക? യേശുവിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? വചനം കൊണ്ട് ജീവിക്കുക. ഞങ്ങൾ എവിടെയെങ്കിലും ചർച്ച തുടങ്ങാൻ തുടങ്ങുമ്പോൾ അവർ ചോദിക്കും, തിയേറ്റർ മതിയോ? അത് മാത്രം മതി. മിണ്ടുന്നില്ല. ഇപ്പോഴും ജീസസ് വോയിസിന്റെ പല ആരാധന സിനിമാ തിയേറ്ററിൽ നടക്കുന്നുണ്ട്. നാളെ ഒരു തിയേറ്റർ വിൽക്കാൻ പോവാ, തന്നേര് വാങ്ങിച്ചേക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. ഒരാമീൻ പറഞ്ഞാട്ടെ. അല്ലല്ലേ? പണ്ടൊക്കെ സീരിയലൊക്കെ കേൾക്കുമ്പം ആൾക്കാർ തോർത്തും തോളയിട്ടുകൊണ്ട് വന്നിരുന്ന് കരയാനായിട്ടിരിക്കുക. ഉമ കരയുന്നു, രമ ചിരിക്കുന്നു, ഭയങ്കര ബഹളമാണ്. നിങ്ങൾ ഇങ്ങോട്ട് സഹകരിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ അതൊന്നുമില്ല. ഒറ്റ വീട്ടിലില്ല, സകല വീട്ടിലും വചനം 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 വചനം. ഹല്ലേലൂയ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ ദൂതിലേക്ക് വരിക. അമ്മേ, എൻ്റെ മക്കൾ വചനം കൊണ്ട് ജീവിക്കും. ഞാൻ നിങ്ങളോട് പറയാം, നീ രോഗിയാണോ? വചനം കൊണ്ട് ജീവിക്കണം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു കഴിച്ചൂടെ ഗഹനമായിട്ട് പറയാം, വചനം കൊണ്ട് ജീവിക്കണം. എനിക്ക് മെസ്സേജ് നടക്കുമ്പോൾ പറയാം, ഇന്നത്തെ വചനം നിനക്ക് രോഗസൗഖ്യത്തിന് കാരണമാകും. വേദപുസ്തകം പറഞ്ഞു, സാത്താൻ പറഞ്ഞു ഞാൻ രോഗിയെ സൃഷ്ടിക്കും. യേശു പറഞ്ഞു ഞാൻ വചനം അയച്ചു സൗഖ്യമാക്കും. ഇന്ന് മെസ്സേജ് നടക്കുമ്പോൾ തന്നെ നിനക്ക് മേൽ വചനം അയക്കേണ്ട ദൈവം, ആ വചനത്താൽ നീ സൗഖ്യമാകട്ടെ. ബ്രദറെ എന്തുവാ പേര്? വിനോദ്. വിനോദ്. വിനോദിന് 8 വർഷമായിട്ടല്ലേ? അതെ, 8 വർഷമായിട്ട്. വലിയ ഷോൾഡർ പെയിൻ ഉള്ള ആളാ. ആ പെയിൻ വന്നാൽ ഷോൾഡർ തൊട്ട് നെഞ്ചിൻ്റെ അവിടെ വരെ വേദന വരും, അല്ലേ? അതെ. ഹല്ലേലൂയ. അതിൻ്റെ പിമ്പിൽ ഈ 8 വർഷങ്ങൾക്ക് പുറകിൽ ഒരു സംഭവം കൂടെ ഉണ്ട്. അതാണ് ഈ വേദനയുടെ തുടക്കം, അല്ലേ? എന്നാൽ ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ പോവാ കർത്താവ്. The sun comes in, it's a new day dawning. It's time to sing your song again. ഇവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. 2 ഷോൾഡറിൽ നിന്ന് കൈവെക്കാം. ഹീലിംഗ് പവർ. ഇവൻ സൗഖ്യമാകട്ടെ. ഓ, നിൽക്കുമ്പം തന്നെ ഉള്ള ആ വളവ് മാറിപ്പോട്ടെ. ഉയർത്താവുന്ന അത്രയും കൈ ഉയർത്തി അവൻ നിൽക്കുന്നു. എന്നാൽ യേശു അവനെ ഇപ്പൊ തൊടും. ഹീലിംഗ് പവർ. സൗഖ്യമാകട്ടെ, 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 സൗഖ്യമാകട്ടെ. ഇവൻ സൗഖ്യമാകട്ടെ. ഇവൻ സൗഖ്യം ആകട്ടെ. താത്തിട്ടോ, കൈ താത്തിട്ടോ മോനെ. ഹല്ലേലൂയ. ഇനി ഇങ്ങനെ ഈ കൈ ഒന്ന് വെക്കാം. പൊക്കിയാട്ട്, താത്താട്ട്. ആ ആ ആ ആ ആ
8 വർഷമായിട്ട് ഈ കൈയല്ലേ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനല്ലേ പൊക്കിക്കൊണ്ടിരുന്നത്? അതെ അല്ലേ? അതെ അല്ലേ? അതെ. ഇതാ ഞാൻ കണ്ട കാഴ്ച. ഒന്നുകൂടെ പൊക്കി കാണിച്ചേ. ഇത് ഒരു അപകടത്തോട് ബന്ധപ്പെട്ട് ഉണ്ടായതാണോ? അതെ ജീസസ്. എന്നാൽ ആ ആക്സിഡന്റിൽ നിന്റെ അസ്ഥിക്ക് നേരിട്ട ക്ഷതം കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുക. ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് ഞങ്ങൾ കരുതുന്നു. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾക്കൊരു ദൈവ നിയോഗം. നിങ്ങൾക്ക് എവിടെ രോഗമുണ്ടോ അവിടേക്ക് നിങ്ങളുടെ കൈകളെ വെക്കുക. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ കൈ വെക്കുമ്പോൾ നിങ്ങളുടെ രോഗമുള്ള ഭാഗത്ത് യേശുവും കൈവെക്കും. നിങ്ങൾ സൗഖ്യം പ്രാപിക്കും, നിങ്ങൾ വിടുവിക്കപ്പെടും, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശുവിൻ്റെ അദൃശ്യകരം അവരെ തൊടുമാറാകണം. ഇന്നുവരെ വെളിപ്പെടാത്തൊരു വലിയ ദൈവപ്രവൃത്തി നിന്റെ നാമത്തിൽ അവരുടെ മേൽ വെളിപ്പെടണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ അവരുടെ രോഗങ്ങൾ വഴിമാറട്ടെ. അവർ കൈവച്ച സ്ഥലത്ത് യേശുവിൻ്റെ കൈ തൊടണം. ഇപ്പോൾ അവർ സൗഖ്യമാകണം. അവരെ അലട്ടുന്ന പ്രതിസന്ധികൾ അവരെ വിട്ട് ഓടിപ്പോകട്ടെ. കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുത വിടുതൽ സംഭവിച്ചു തുടങ്ങട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. ഈ കുടുംബത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം റിലീസാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ഞങ്ങളെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനാ സ്ഥലത്ത് വരിക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. ഒരു ബർത്ത്ഡേ വരുമ്പോൾ, ഒരു വെഡിങ് ഡേ വരുമ്പോൾ, ഒരു നല്ല ദിവസം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വകയായിട്ടും ഇങ്ങനൊരു ശുശ്രൂഷ നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനം പകരാൻ ഇടയായിത്തീരും. നിങ്ങൾക്ക് ഈ സുവിശേഷ പ്രവർത്തനം സഹായിക്കാൻ താല്പര്യമുണ്ട്. നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ വകയായിട്ട് കോൺട്രിബ്യൂഷൻ ഈ പ്രവർത്തനത്തിന് വേണ്ടി അയച്ചു തരിക. കൂട്ടായി പ്രവർത്തിക്കാം, കൂട്ടായി കൈകോർക്കാം, കൂട്ടായി യേശുവിനെ ഉയർത്താം. നമുക്കൊന്നിച്ച് യേശുവിൻ്റെ രാജ്യത്ത് പോകാം. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.